ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് അറിയാം. ഉരുളക്കിഴങ്ങ്, പച്ചക്കായ്, ഓമക്കായ്, കർമൂസ, പിന്നെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, അതിലും കൂടെ വെച്ച് ചീരാമുളകും മുറിച്ചിട്ടുകൊണ്ട് വേവിക്കുകയാണ് കേട്ടോ. നല്ലോണം കിടന്ന് വേവട്ടെ. ബാക്കി പച്ചക്കറി ഇട്ടിട്ട് അടിപൊളി വേറൊരു ഡിസൈൻ കറിയാണ്. നല്ല ടേസ്റ്റ്. അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. ഞാൻ ബീൻസും വെണ്ടയ്ക്കാണിത്. ഇത് ലാസ്റ്റ് ഇടാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ മുന്നേ ഇട്ടിക്കണ്. കർമൂസ, ക്യാരറ്റ് കണ്ടല്ലോ, എല്ലാ സാധനവും ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ലാസ്റ്റൊക്കെയുള്ള അതാണ്. ഇപ്പോൾ ഓർമ്മ ഇത് പിടിക്കാനിതാ ഞാനിതാ ഒക്കെ അരിഞ്ഞുകൊണ്ട് കഴിഞ്ഞിട്ടാ ഇപ്പോഴാണ് ഓർമ്മ വന്നത് പിടിക്കണമെന്നുള്ളത്. പിന്നെ ഇനി ഇതിലേക്ക് ഒരു കഷ്ണം കാബേജും കൂടെ ഇടും. അതിനെ കുറച്ച് കഴിഞ്ഞിട്ട് അരിഞ്ഞ് ലാസ്റ്റ് കാട്ടിത്തരാം. വെണ്ടക്ക, ബീൻസ്, മത്തന്, കാബേജ് ഇതും കൂടെ നമുക്ക് തേങ്ങ വർഗ്ഗം വെന്തിട്ട് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇതൊക്കെ നമ്മൾ എല്ലാം വെന്തിട്ടുണ്ട്. ഇതാ ഇതൊക്കെ അതെല്ലാം വെന്തിക്കുന്നു. നമുക്ക് ഇതിലധികം വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇപ്പോൾ അരിഞ്ഞ് വെച്ച ഈ സാധനം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ആവിക്ക് വെച്ചാൽ ഇത് വെന്തോളും. ഒന്ന് വേവട്ടെ. ഇതിലേക്ക് ഞാനിതാ നുള്ള് നല്ല ജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, കൈകൊണ്ട് വെച്ചാൽ ഒരു നുള്ള് പാൽ, അരന്നുള്ളു മതി. ഉലുവപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, ഇതെല്ലാം കൂടെ ഇട്ട് ഉപ്പ് ഇട്ടിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ വെള്ളം നിങ്ങൾ നേരത്തെ കണ്ടല്ലോ, ഇല്ലേനിയല്ല. അപ്പോൾ ഒരു ഇത്തിരി വെള്ളം ഇതിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മറ്റ് ചിലപ്പോൾ അടിയിലിട്ട് പിടിച്ചു പോയാലോ. അങ്ങനെ നമ്മൾ പണ്ട് ഞാൻ ഒക്കെ ചെറുതാണ് കാലത്ത് നമ്മളുമ്മ ഉള്ള സമയത്ത് പലതരം പച്ചക്കറി മുറിച്ചിട്ടിട്ട് നമ്മളുമ്മ നമുക്ക് കറി വെച്ച് തരാറുണ്ട്. അതിപ്പോഴും വായിന്ന് പോയിട്ടില്ല ആ രസവും പുളിയൊന്നും. മക്കളെ, അമ്മമാർ തന്നെ ചോറും കൂട്ടാൻ്റെ രസം പുളി മാറാൻ ഒരിക്കലും കഴിയില്ല, മറക്കൂല നമ്മൾ. അങ്ങനെ മക്കളെ ഇതാ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഒന്നിങ്ങനെ ഇതിനെക്കൊണ്ടൊന്നിങ്ങനെ കുത്തി ഉടയ്ക്കുക. ഉടയ്ക്കുന്നൊരു പാത്രം ഉണ്ട് ഇവിടെ. പക്ഷെ അത് അടിച്ചാൽ പറ്റ പാല് പോലെ ആയിപ്പോവും. അങ്ങനെ ആവരുതല്ലോ. ഇപ്പോൾ എല്ലാം കൂടെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടാൻ. വേണ്ടിയവർക്ക് വേണമെങ്കിൽ ഇച്ചിരി കടുകും മുളകും മുറിച്ചിട്ടുകൊണ്ട് തൂമിക്കുന്നവർക്ക് തൂമിക്കുക, അല്ലാത്തവർക്ക് ഇങ്ങനെയും കൂട്ടാം. ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യുക. പക്ഷെ ഇങ്ങനെ തിന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ചപ്പാത്തിയിലേക്ക് ഒന്ന് കൂട്ടിയാണ് നല്ല ടേസ്റ്റാണ്. ചോറ്റിലേക്ക് കൊടുക്കുക, ചപ്പാത്തിയിലേക്ക്, വെള്ളപ്പത്തിലേക്കും, പൊറാട്ടയിലേക്കും, എന്തിൽ വേണമെങ്കിലും എടുക്കുക. അടിപൊളി സാധനം. നമുക്കതിലേക്ക് ദിവസം കരിവേപ്പില ഇടാം. അതൊന്ന് വറവ് ഇട്ട് കൊടുക്കാം. തട്ടി വെച്ചു. കടുകിട്ട് കുറച്ച് വറ്റൽമുളക് ഇട്ടുകൊടുത്ത്, കുറച്ച് കരിവേപ്പില ഇട്ടുകൊടുത്ത്, അതൊക്കെ ഒന്ന് പൊട്ടി കിട്ടിയിട്ട് നമുക്ക് അടുപ്പത്തേക്ക് ഒഴിച്ച് കൊടുക്കണം. ബിസ്മില്ലാ. തീ ഓഫാക്കി. അപ്പോൾ വറുവൊക്കെ നമുക്കിത് നല്ല ടേസ്റ്റാണ്. വെണ്ടക്കൻ്റെ കൊഴുപ്പോട് കൂടി ഇങ്ങനെ തിന്നാൻ നമുക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അതിനെക്കൊണ്ടാണ് ആരും കളിയാക്കണ്ട. നമുക്കൊക്കെ ഇഷ്ടമാണ്. ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ വെക്കുക, അല്ലെങ്കിൽ കമൻ്റ് ഇടുക. ബാഡായാലും നല്ലതായാലും കമൻ്റ് ഇടുക. അങ്ങനെ അതാ നമ്മൾ പലതരം പച്ചക്കറി കൊണ്ട് കറി ഉണ്ടാക്കി ഭക്ഷണം കഴിക്കുകയാണ്. ചപ്പാത്തി, മാന്തമുളക് ഇട്ടത്, അതിൻ്റെ ഇടയിൽ കൂടെ ഈ കറിയും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.